പറഞ്ഞാ മനസ്സിലാവില്ലേ? പറഞ്ഞു ഇനി നാളെ ഓഫീസ് വീട് വീട് ഓഫീസ് ഈ റൂട്ടീൻ തന്നെ പിടിച്ച് മടുത്ത് നമുക്ക് എങ്ങോട്ട് ട്രിപ്പ് പോയാലോ? നമ്മൾ കഴിഞ്ഞെല്ലാം കുത്തിയിരുന്നുണ്ടാക്കിയ ഒരു ഗ്രൂപ്പ് ഓർമ്മ ഉണ്ടോ? എന്തായിരുന്നു പേര്? മനമ്മയ്ക്ക് മനാലി. ഞാനിപ്പോ അതിന്റെ അകത്ത് വാങ്ങിക്കേണ്ട സാധനങ്ങളുടെ ലിസ്റ്റ് എഴുതാൻ വേണ്ടി ഉപയോഗിക്കാം. പക്ഷെ ഇപ്രാവശ്യം പണ്ടത്തെ പോലെ ആവില്ല, നമ്മൾ എന്തായാലും ട്രിപ്പ് പോയിരിക്കും. പ്ലാനിങ് ഒക്കെ പെർഫെക്റ്റ് ആയി. ഇപ്രാവശ്യം എങ്ങോട്ടാണാവോ? കാണാത്ത കശ്മീർ, വൈബ് വയനാട്, അങ്ങനെ എന്തെങ്കിലാണോ? അയ്യോ ഓർമ്മിപ്പിക്കല്ലേ, കഴിഞ്ഞ പ്രാവശ്യം തന്നെ വയനാട് പോയിട്ട് വാള് വെച്ച് പണ്ടാറടങ്ങി. പിന്നെ കാശ്മീർ അതൊട്ടും വേണ്ട, എന്റെ എക്സിന് എനിക്ക് ഓർമ്മ വരും. എല്ലാം കൊണ്ട് ഓക്കെ ആയിട്ടുള്ള ഒരു സ്ഥലമാണെങ്കിൽ നമുക്ക് ലക്ഷദ്വീപ് വിട്ടാലോ? അഗത്തി ഐലൻഡ്, കാൽപ്പിറ്റി ഐലൻഡ്, അങ്ങനെ മൊത്തത്തിൽ പോയിട്ട് അടിച്ച് പൊളിച്ച് വരാം. ഇത് അങ്ങോട്ട് ചുമ്മാ തള്ളിക്കറി പോകാൻ പറ്റുന്നില്ല, അതിന് വേറെ എന്തൊക്കെ വള്ളി പരിപാടികളൊക്കെ ഉണ്ട്. ഒരു വള്ളി പരിപാടി ഇല്ല. ഇപ്പോഴാണെങ്കിൽ അങ്ങോട്ടേക്ക് പോകാൻ PCCയും വേണ്ട, സ്പോൺസർഷിപ്പും വേണ്ട, ജസ്റ്റ് ഒരു ഓൺലൈൻ പെർമിറ്റ് മാത്രം മതി. അതാണെങ്കിൽ വെറും 2 ആഴ്ച കൊണ്ട് കിട്ടുകയും ചെയ്യും. കേൾക്കുമ്പോ രസമൊക്കെ ഉണ്ട്. നമ്മൾ ആരോടെ പോകും? ഫ്ലൈറ്റ് ട്രാവൽസിന്റെ കൂടെ. അവരാകുമ്പോൾ ഫ്ലൈറ്റ് ബുക്കിംഗ്, സ്റ്റേ, ഓൺലൈൻ പെർമിറ്റ്, പിന്നെ വാട്ടർ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടല്ലോ. കയാക്കിംഗ്, സ്നോർക്കലിംഗ്, ഗ്ലാസ് ബോട്ട് റൈഡ്, അങ്ങനെ എല്ലാം സെറ്റ് ആക്കി തരും. സെപ്റ്റംബർ മുതലേ സീസൺ ടൈം തുടങ്ങാം. ഇപ്പൊ ബുക്ക് ചെയ്ത് വെച്ചാൽ പിന്നെ ഒരു ടെൻഷനും വേണ്ട. എന്നാ പിന്നെ ഗ്രൂപ്പിന്റെ പേരൊന്നുകൂടി മാറ്റാലേ? ഒരു പേര് പറഞ്ഞു. ലക്ഷ്യം ദ്വീപാണ്. അതെങ്ങനെയുണ്ട്? പൊളി. അതെ, എല്ലാ പ്രാവശ്യമുള്ള പോലെ വലിയ ഇപ്രാവശ്യം നടക്കൂല. ആരില്ലാന്നുണ്ടെങ്കിൽ ഞാൻ പോകും. ഞാനല്ല, നമ്മൾ പോവും. നമുക്കെന്നാ തിരിച്ചു പോവാം ഓഫീസിലോട്ട്. അവിടെ പോയി വഴക്ക് കേൾക്കാനുള്ളതല്ലേ.